തുടരണം. ഇപ്പോൾ ഡോക്ടർ ലാൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ, എന്തായാലും ഈ ഒരു ദുഃഖകരമായ ഒരു വാർത്തയിൽ കൂടെ തന്നെയാണ് ഇപ്പോൾ മലയാളക്കര കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും ഒരു നിപ്പ മരണം സംഭവിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 10-ാം തീയതിയാണ് ഈ കുട്ടിക്ക് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. അതായത് വേണ്ടത്ര ചികിത്സാ രീതികൾ നമ്മുടെ കേരളത്തിൽ ഇല്ലാഞ്ഞിട്ടാണോ? എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഗുരുതരമാകാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്? കാരണം നമുക്കറിയാം, നിപ്പ വന്നിട്ട് അതിൽ നിന്നും രക്ഷപ്പെട്ട ഒരുപാട് പേര് നമ്മുടെ കേരളത്തിൽ ഇപ്പോഴുമുണ്ട്. ഇല്ല, നിപ്പയുടെ മരണസാധ്യത 70%-എങ്കിലുമാണ്. രോഗം വന്ന് 70% പേര് മരിക്കുന്നതായിട്ടാണ് ലോകത്തെവിടെയും. കേരളത്തിലെ ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ 90%. നമുക്ക് ഇപ്പോൾ വളരെ അത്യന്തം ദുഃഖത്തോടെയാണ് ഒരു കുട്ടിയുടെ മരണം കേൾക്കുന്നത്. നമ്മൾക്ക് വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് കൂടുതൽ ഇത് പടരാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതിപ്പോൾ കോവിഡൊക്കെ പോലെ വ്യാപകമായി പടരുന്ന രോഗമല്ല. രോഗിയുമായിട്ട്, പ്രത്യേകിച്ച് രോഗിയുടെ അവസാന ദിവസങ്ങളിൽ സമ്പർക്കം ഉണ്ടായിരുന്ന ആശുപത്രി ജീവനക്കാർ, ബന്ധുക്കൾക്ക്, അവർക്കൊക്കെയാണ് രോഗസാധ്യത കൂടുതൽ. അപ്പോൾ അതിന് ആശുപത്രികളിൽ അതിന് സുരക്ഷിത സംവിധാനങ്ങൾ അവർ നോക്കും. ബന്ധുക്കളുടെ കാര്യത്തിലൊക്കെ അവർ വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മൾ അറിയേണ്ടത്, ഇപ്പം നമുക്ക് നിപ്പയാണോ സാധാരണ പനിയാണോ തുടക്കത്തിൽ ചിലപ്പോൾ അറിയാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ നിപ്പ പെടുന്ന പ്രദേശങ്ങളിൽ പ്രത്യേക ജാഗ്രത, പ്രത്യേകിച്ച് ഈ കുഞ്ഞുമായിട്ട് ബന്ധമുണ്ടായിരുന്നവർ, അങ്ങനെയുള്ളവരുടെ കാര്യത്തിലൊക്കെ വളരെ ജാഗ്രത വേണം. ആശുപത്രിയിലൊക്കെ പരമാവധി അനാവശ്യമായിട്ട് ആശുപത്രിയിൽ പോകരുത്. പ്രത്യേകിച്ച് രോഗികളെ സന്ദർശിക്കാനായിട്ടുള്ള ആശുപത്രി പോക്ക് കുറയ്ക്കണം. ആശുപത്രികളിലൊക്കെ പോകുമ്പോൾ നമ്മൾ മാസ്ക് ഉപയോഗിക്കാൻ ശ്രമിക്കണം. മറ്റുള്ളവർക്ക് അസുഖം കൊടുക്കാതിരിക്കാൻ, നമുക്ക് അസുഖം കിട്ടാതിരിക്കാൻ അത് ആവശ്യമാണ്. മൊത്തത്തിൽ വ്യക്തി ശുചിത്വത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. കൈ കഴുകുകയും ഒക്കെ ചെയ്യണം. അപ്പം അത്തരം കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഈ ചികിത്സയുടെ കാര്യത്തിൽ നമുക്ക് ആധുനിക ചികിത്സകളൊക്കെ നമുക്കുണ്ട്. ചില രോഗികളെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയത് ചികിത്സാ സംവിധാനം ഉള്ളത് കൊണ്ടാണ്. പക്ഷേ ഭൂരിഭാഗം രോഗികളും നിപ്പ വന്നു കഴിഞ്ഞാൽ മരിച്ചു പോകുന്നൊരു യാഥാർത്ഥ്യമാണ്. ഒരാശ്വാസമായിട്ടാണ് ദുഃഖകരമാണ്. ഈ സമയത്ത് ആരോഗ്യവകുപ്പിനുള്ള എല്ലാ പിന്തുണയും നമ്മളെല്ലാവരും കൊടുക്കേണ്ടതാണ്. ആരോഗ്യവകുപ്പിലെ ജീവനക്കാർക്കും ഡോക്ടർമാർക്കും ഒക്കെ അവർ പറയുന്ന എല്ലാം നമ്മൾ അനുസരിക്കുകയും ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ അതുപോലെ ശ്രദ്ധിക്കുകയും അതനുസരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഓരോ പൗരനും ഈ സമയത്ത് കടമ. തീർച്ചയായും ഡോക്ടർ, അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പോൾ മലപ്പുറം കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ സംസ്ഥാനത്തുടനീളം നോക്കിക്കഴിഞ്ഞാൽ നിരവധിയായിട്ടുള്ള പകർച്ചവ്യാധികളൊക്കെ ഉണ്ട്. ഇപ്പോൾ മഞ്ഞപ്പിത്തമാണെങ്കിലും അത്തരത്തിൽ നിരവധിയായിട്ടുള്ള പകർച്ചവ്യാധികളൊക്കെ പടർന്നു പിടിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രിക്കോഷൻസ് ഒക്കെ എടുക്കേണ്ടത്? അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുന്നെക്കൂട്ടി എങ്ങനെയാണ് നമ്മൾ ഒരു മുന്നറിയിപ്പ് നൽകേണ്ടത്? അവരോട് പറയേണ്ടതില്ലേ? കാരണം അതായത് മഴക്കാലമാകുമ്പോൾ അതിന് മുന്നോടിയായി നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള ജാഗ്രതാ നടപടികൾ പാലിക്കണം? ഇതിലൊക്കെ എങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ പറ്റുന്നുണ്ടോ? കാരണം മലപ്പുറം തന്നെ എടുക്കുകയാണെങ്കിൽ 400-500 ആളുകൾക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിക്കുന്നത്. വലിയ വീഴ്ചകളുണ്ടായി. നമ്മൾ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഇനി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ജനങ്ങൾക്ക് ഇനി അത് ശ്രദ്ധിക്കാൻ കഴിയുള്ളൂ. ആരോഗ്യവകുപ്പ് ചെയ്യേണ്ടിയിരുന്നത് നേരത്തെയാണ്. ഞാൻ ഇന്നലെയും കുറിച്ചത് ഫേസ്ബുക്കിലൊക്കെ. ഓണവും വിഷുവും പെരുന്നാളും ഒക്കെ എന്നാ വരുന്നത് നമുക്കറിയാം. അതിന് എത്രയോ മാസങ്ങൾക്ക് മുമ്പ് തയ്യാറെടുപ്പ് സർക്കാർ തുടങ്ങും, വിപണിയിൽ ഇടപെടും. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ എല്ലാ വകുപ്പിലും ഉണ്ട്. ആരോഗ്യവകുപ്പിലും നമുക്ക് കഴിഞ്ഞ വർഷങ്ങളുണ്ടായത് തന്നെയാണ് ഈ വർഷങ്ങളിൽ സംഭവിച്ചിരിക്കുന്നത്. അത് നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് എല്ലാ കാര്യങ്ങളും ആരോഗ്യവകുപ്പിൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ശുചീകരണം തുടങ്ങിയ കാര്യങ്ങൾ മറ്റ് വകുപ്പുണ്ട്. പക്ഷെ അവരെ ഏകോപിപ്പിക്കുന്ന ഉത്തരവാദിത്തം ആരോഗ്യവകുപ്പിനുണ്ട്. മറ്റേതെങ്കിലും വകുപ്പിന്റെ പ്രവർത്തനത്തിലെ പരാജയം അത് കാരണം പൊതുജനാരോഗ്യ പ്രശ്നം ഉണ്ടാവുമെങ്കിൽ അവിടെ നേതൃത്വം കൊടുക്കേണ്ട ആരോഗ്യവകുപ്പ് തന്നെയാണ്. അപ്പൊ അത് പിന്നെ ഈ രോഗത്തെപ്പറ്റി മുന്നറിയിപ്പ് ജനങ്ങൾക്ക് കൊടുക്കണം. 10-25 വർഷം മുമ്പ് പോലും ഈ ഡെങ്കിപ്പനിയൊക്കെ വന്നപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ ഇവിടെ വലിയ പ്രചരണ പരിപാടികളുണ്ടായിരുന്നു. ഗവൺമെന്റ് മുൻകൈ എടുത്ത്, ആരോഗ്യവകുപ്പ് മുൻകൈ എടുത്ത്. അന്നൊക്കെ ഞാൻ ആരോഗ്യവകുപ്പിൽ പ്രവർത്തിക്കുകയാണ്. നമ്മളൊക്കെ അതിനകത്ത് ഇടപെടുന്ന അറിയാം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനെയൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ്, മാധ്യമങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഈ പനി സീസൺ വരുന്നതിന് മുമ്പേ റബ്ബർ പ്ലാന്റേഷൻ സ്ഥലങ്ങളിലാണെങ്കിൽ ചിരട്ടകളിലെ വെള്ളം കമഴ്ത്തിക്കളയാൻ പറയും, ടയറിൽ കിടക്കുന്ന വെള്ളം കമഴ്ത്തിക്കളയാൻ പറയും. അങ്ങനത്തെ പ്രചരണങ്ങൾ എപ്പോഴും ടെലിവിഷനിൽ വരികയാണ്. ഇപ്പൊ നമുക്ക് ഒരുപാട് ടെലിവിഷൻ മാധ്യമങ്ങളുണ്ട്, പത്രങ്ങളുണ്ട്. ഇവരെയൊക്കെ ഏകോപിപ്പിക്കേണ്ട സർക്കാരാണ്. അപ്പോൾ ഇപ്പൊ പറ്റുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാല്, പനികൾ വ്യാപിക്കുമ്പോൾ അതിനെപ്പറ്റി മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുമ്പോൾ അത് കണ്ടിട്ടാണ് ആരോഗ്യമന്ത്രി ഇറങ്ങിയിട്ട് പ്രസ്താവന കൊടുക്കുന്നത്.
ഇനി എല്ലാവരും ശ്രദ്ധിക്കണം. അങ്ങനല്ല. ഇത് സംഭവം ജനങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് 100 കാര്യങ്ങളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ സമയത്ത് ഗവൺമെന്റ് മുന്നറിയിപ്പ് കൊടുത്ത്, ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് കൊടുത്ത് ജനങ്ങളെ തയ്യാറെടുപ്പിക്കണം. ആ മുൻകരുതലുകൾ ഒന്നും നടന്നിട്ട് ഈ വർഷം അതൊരു വലിയ പരാജയമാണ്. ആരോഗ്യവകുപ്പിന്റെ പരാജയമാണ്, നേതൃത്വത്തിന്റെയാണ്. ആരോഗ്യവകുപ്പില് കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ വകുപ്പാണ് ആരോഗ്യവകുപ്പ്. 50,000-ൽ പരം സ്റ്റാഫുണ്ട്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ തൊട്ട് ഏറ്റവും താഴെ 5,000 ജനസംഖ്യയ്ക്ക് 2 ആരോഗ്യ പ്രവർത്തകർ വരെയുള്ള വലിയൊരു നെറ്റ്വർക്കാണ്. അതിന് പ്രവർത്തനക്ഷമം അല്ലാതാക്കിയതിൽ പറ്റിയതാണ്. ഈ പൊതുവെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ആരോഗ്യമന്ത്രിമാർ അവരുടെ ഒന്നാൻ ഷോയ്ക്കും PR വർക്കിനുമായിട്ട് ആരോഗ്യവകുപ്പിനെ ഉപയോഗിച്ചപ്പോഴത്തേക്ക് ആരോഗ്യവകുപ്പിന് ചലനമില്ലാതായി. ആരോഗ്യവകുപ്പ് ഡയറക്ടർ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ? മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ആരെങ്കിലും കാണുന്നുണ്ടോ? അമേരിക്കയിലെ ട്രംപ് പോലും ഫൗച്ചിയെ കൂടി ഇരുത്തിയിട്ടാണ് പത്രസമ്മേളനം നടത്തുന്നത്. കാരണം ട്രംപ് ഒരുപാട് മണ്ടത്തരങ്ങൾ പറയുമ്പോൾ ഫൗച്ചിയാണ് തിരുത്തുന്നത്. അപ്പൊ അത് വേണ്ടേ? ഒരു മന്ത്രി, ഒരാൾ ആരോഗ്യമന്ത്രി ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരോഗ്യ സെക്രട്ടറി ആയി കഴിഞ്ഞാൽ അന്ന് MBBS മറ്റൊന്നും പാസ്സായതുപോലെ അല്ലല്ലോ. അവർ പുതിയ ആൾക്കാരാണ്. നാളെ അവർ വേറെ വകുപ്പിന്റെ മന്ത്രിയായിരിക്കും. അപ്പൊ വകുപ്പിൽ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന സാങ്കേതിക വിഷയങ്ങൾ അറിയാവുന്നവരെ കൂടിയിരുത്തി അവരെ കൊണ്ട് നേർത്തെടുപ്പിക്കണം. ഇത് മന്ത്രിമാർ അവർക്ക് ഒൻമാൻ ഷോ നടത്താനും അവരെ പറ്റി സിനിമ എടുക്കാനുമായിട്ടുള്ള അവസരങ്ങളായിട്ട് നിപ്പയൊക്കെ ഉപയോഗിച്ചപ്പോൾ തകർന്നുപോയി. ഇപ്പൊ ഒരു നാട്ടില് നല്ല പോലീസ് ഉണ്ടെങ്കിൽ അവിടെ കുറ്റകൃത്യങ്ങൾ കുറവായിരിക്കും. ഉണ്ടായാൽ തന്നെ ഉടൻ കണ്ടുപിടിക്കപ്പെടും, ശിക്ഷ കൊടുക്കും. ഇതുപോലെയാണ് ആരോഗ്യവകുപ്പ്. ആരോഗ്യവകുപ്പിൽ സർവൈലൻസ് ഉണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റിനേക്കാൾ കൂടുതൽ അതെ ആൾക്കാർ ഡോക്ടർ, ആരോഗ്യവകുപ്പിലാണ്. തീർച്ചയായും ഇപ്പോൾ നമുക്കറിയാം ഈ ആരോഗ്യമന്ത്രി ആദ്യം പറഞ്ഞൊരു കാര്യം, അതായത് ഈ കുട്ടിക്ക് ഈ രോഗലക്ഷണമുണ്ട്, അല്ലെങ്കിൽ കുട്ടി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോഴും അവർ പറയുന്ന മരുന്ന് നമ്മുടെ കേരളത്തിലില്ല, അത് നമുക്ക് പുറത്തുനിന്ന് എത്തിക്കണമെന്ന് പറയുമ്പോഴും അവിടെ ഒരു വീഴ്ചയാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടത്. ഇപ്പോഴും പൂനെയിൽ ടെസ്റ്റ് ചെയ്യാൻ അയക്കില്ല. തിരുവനന്തപുരത്ത് തോന്നേക്കൽ എന്തോ ലബോറട്ടറി ഉണ്ടാക്കി, എന്തോ വലിയ സ്ഥാപനം ഉണ്ടാക്കി. കേരളത്തിലില്ലാത്ത ഡിപ്പാർട്ട്മെന്റുകളില്ല. ഇതെല്ലാം വെള്ളാനകളായി മാറുകയാണ്. ഓൺ ഹെൽത്ത് എന്ന് പറഞ്ഞ് ഒരുപാട് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടും ഇവിടെ കാര്യങ്ങൾക്ക് ഒരു ഏകോപനവുമില്ല. ഇപ്പോഴും സ്വകാര്യ ആശുപത്രികൾ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് കേരളത്തിലെ 70% പേരും സ്വകാര്യ ആശുപത്രികളിലാണ് പോകുന്നത്. അത് സർക്കാർ ആശുപത്രികളുടെ ബലഹീനതയും കൂടെയാണ്. പക്ഷെ അത് യാഥാർത്ഥ്യമാണ്. അപ്പൊ അവരെയും കൂടി സർവൈലൻസ് ഉൾപ്പെടുത്തുകയൊക്കെ ചെയ്യാൻ വേണം. പിന്നെ സർക്കാരിൽ പോയാലും സ്വകാര്യ ആശുപത്രിയിൽ പോയാലും സാധാരണക്കാരന് ചികിത്സ കിട്ടാത്തൊരവസ്ഥയുണ്ട്. പാവപ്പെട്ടവന് പ്രൈവറ്റ് ആശുപത്രിയിൽ, എനിക്കറിയാവുന്ന കഴിഞ്ഞ ആഴ്ച പ്രൈവറ്റ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കിടത്താൻ പറ്റാത്തതുകൊണ്ട് മരിച്ചുപോയ ആളെ എനിക്കറിയാം, നേരിട്ടറിയാം. ആ ശരി, കുടുംബത്തെ അറിയാം. എന്തായാലും ഡോക്ടർ SS ലാൽ, ഈ ഒരു വിഷയത്തിൽ താങ്കളുടെ വിലപ്പെട്ട പ്രതികരണമാണ് കേരള വിഷന് ലഭിച്ചിട്ടുള്ളത്. റിയാസിലേക്ക്